So we shall discuss today binomial distribution. ഈ binomial distribution തന്നെ അത് discrete കാറ്റഗറിയിൽ വരുന്ന ടൈപ്പാണ്. ബിക്കോസ് ഈ binomial distributionലെ വാല്യൂസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് x equal to 0, 1, etc. up to n which is finite. So therefore finitely countable number of values നമ്മളിവിടെ എടുക്കുന്നുണ്ട് which comes under the category of ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? It is coming under the discrete random variable, not continuous. So binomial distribution comes under the category of discrete random variables. So in binomial distribution, suppose ഒരു random experiment നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുവാണ്. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലിപ്പോൾ സപ്പോസ് 2 ഔട്ട്കംസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ 2 ഔട്ട്കംസ് ഉണ്ടെങ്കിൽ ഒന്നിനെ നമ്മൾ സക്സസ് എന്നും മറ്റൊന്നിനെ അപ്പോൾ സക്സസും ഇനി ഒരെണ്ണം ഉള്ളത് ഫെയിലിയർ ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സം ഓഫ് ദ സക്സസ് പ്ലസ് ഫെയിലിയർ ഇസ് ഈക്വൽ ടു 1 എന്ന കൺസിഡറേഷൻ ഇവിടെ എടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് അതേ എക്സ്പെരിമെൻറ്റ് നമ്മൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഔട്ട്കമും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഒരു ഔട്ട്കം മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഔട്ട്കം ആയിരിക്കില്ല. ബിക്കോസ് ഓരോ ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് നമ്മൾ 2 ഔട്ട്കംസ് ആണ് ഇവിടെ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ ദർ വിൽ ബി 2 ഔട്ട്കംസ്. വൺ ഇസ് കൺസിഡേർഡ് as the head and another one is tail. അപ്പോൾ ഹെഡിനെ നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടെയിലിനെ നമ്മൾ ഫെയിലിയർ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഹെഡിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 1/2 ആണ്. സിമിലർലി ടെയിലിനുള്ളത് അതായത് പ്രോബബിലിറ്റി ഓഫ് ടെയിൽ ഇസ് ഓൾസോ ഈക്വൽ ടു 1/2. ഓൺ ആഡിങ് ദീസ് 2 വാല്യൂസ് യു വിൽ ബി ഗെറ്റിംഗ് സം ഓഫ് ദീസ് 2 വാല്യൂസ് ടു ബി ഈക്വൽ ടു 1 എന്ന കൺസിഡറേഷൻ. അപ്പോൾ ഹെഡിനെ നമുക്ക് സക്സസ് ആയിട്ട് എടുക്കാം, ടെയിലിനെ നമുക്ക് ഫെയിലിയർ ആയിട്ട് എടുക്കാം. നേരെ തിരിച്ചും എടുക്കാം. അതുപോലെ തന്നെ ടെയിലിനെ നമുക്ക് സക്സസ് ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ ഹെഡിനെ നമുക്ക് ഫെയിലിയർ ആയിട്ടും എടുക്കാവുന്നതാണ്. ഇതേ എക്സ്പെരിമെൻറ്റിനെ നമ്മൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ആ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന റാൻഡം വേരിയബിൾസ്, അപ്പോൾ നമ്മൾ ഒരു റാൻഡം വേരിയബിൾ അല്ല ഇവിടെ എടുക്കുന്നത്, ഇവിടെ ഒന്നിൽ കൂടുതൽ റാൻഡം വേരിയബിൾസ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ n എക്സ്പെരിമെൻറ്റ് ആയതുകൊണ്ട് we consider n random variables x1, x2, etc. xn. Then f of x is equal to the probability of x equal to x എന്ന consideration. The binomial distribution ഉള്ള ഫോർമുല എന്ന് പറയുന്നത് ncx p raised to x into q raised to n minus x, where x varies from 0, 1, 2, etc. up to n. This probability distribution function is called as the binomial distribution. So ഇത് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് 2 കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് ഇതിനുള്ള മീൻ എന്താണ് എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് വരുന്ന കണ്ടീഷൻ, അതായത് അതിന് വേറൊരു കണ്ടീഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ അടുത്തത് നോക്കാം. ഇനി ഞാനിവിടെ പ്രൂഫിലോട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റായിട്ട് കാൽക്കുലേഷൻ മാത്രമേ ഞാനിവിടെ പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മീൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നതും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് ഓൾസോ സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഐ എം നോട്ട് ഗിവിംഗ് ദ പ്രൂഫ് ഓഫ് ദിസ് വൺ. ഇതിൽ ഡയറക്റ്റായിട്ട് ഞാൻ ഫോർമുല തരുവാണ്. ദിസ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി ഇസ് ദ ഫോർമുല. എൻ പി ഇസ് ദ മീൻ ഫോർമുല ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ, that is equal to summation x square into f of x, that is equal to നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് it is equal to n into n minus 1 into p square പ്ലസ് n ഇൻറ്റു പി. അതായത് ഇതിനെ n സ്ക്വയർ പി സ്ക്വയർ മൈനസ് n പി സ്ക്വയർ പ്ലസ് n ഇൻറ്റു പി എന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് ഫോർമുല. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് n പി
ക്യൂ ആണ് ഫോർമുല. സി ഹിയർ ഇതെങ്ങനെ വന്നു നോക്കണമെങ്കിൽ ഈ വാല്യൂ എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ ഇൻറ്റു പി മൈനസ് എൻ പി ദ ഹോൾ സ്ക്വയർ എന്ന് നമ്മളിവിടെ കൊടുക്കുന്നു. കൊടുത്തു കഴിയുമ്പോൾ വരുന്ന ആൻസർ എന്താണ്? എൻ പി ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ എൻ സ്ക്വയർ പി സ്ക്വയർ, ഈ രണ്ട് വാല്യൂസും നമുക്ക് ക്യാൻസൽ ആവുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പി മൈനസ് എൻ പി സ്ക്വയർ, വിച്ച് ഇസ് എൻ പി നമ്മൾ പുറത്തെടുക്കുമ്പോൾ 1 മൈനസ് പി ആണ് വരുന്നത്. Since we have assumed that p plus q equal to 1 എന്ന് നമ്മൾ assume ചെയ്തിട്ടുണ്ട്, which means that q equal to 1 minus p. So ഇവിടെ n into p into 1 minus p ക്ക് പകരം q ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ mean value equal to n into p and variance is equal to npq is the binomial distribution formula. Therefore നമുക്ക് mean is equal to np and variance of x is equal to npq. Now what is the standard deviation? That is equal to root of variance of x, that is equal to answer root of npq is the answer. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ ഇതിൻ്റെ പ്രൂഫ് ഒന്നും കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ പ്രൂഫ് നിങ്ങൾക്ക് ഈ സിലബസിനകത്ത് ഈ പ്രൂഫിൻ്റെ ആവശ്യമില്ല. മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്ന ഫോർമുല വെച്ചിട്ടാണ് ഞാനിവിടെ തരുന്നത്. ഇനി നമുക്കിതിനെ ബേസ് ചെയ്ത് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. So find the binomial distribution. Find the binomial distribution for which mean is 5 and variance is 4. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തണം. അതിനിവിടെ തന്നിരിക്കുന്നത് എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു 5. വാട്ട് ഇസ് മീൻ? n ഇൻറ്റു പി ഇസ് ഈക്വൽ ടു 5 എന്നിവിടെ തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ വേരിയൻസ് ഇസ് ഗിവൺ ആസ് വേരിയൻസ് ഇസ് ഈക്വൽ ടു 4 is given here. Variance formula is npq equal to 4. So we are taking this to be equation number 1 and this to be equation number 2. ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. എങ്ങനെയായാലും നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ക്യൂ ആൻസറും പി ആൻസറും നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ എൻ വാല്യൂവും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, വേറെ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. സോ ലെറ്റ് മീ ടേക്ക് ലൈക്ക് ദിസ്. Equation 2 divided by equation 1 implies, അപ്പോൾ എന്തായിരിക്കും വരുന്നത്? npq divided by np, that is equal to 4 divided by 5, isn't it? ഇതിലപ്പോൾ np ക്യാൻസൽ ആവുന്നുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്നത് q is equal to 4 by 5 എന്നിവിടെ കിട്ടുന്നുണ്ട്. q 4 by 5 ആണെങ്കിൽ we know that നമുക്കറിയാം p plus q equal to 1, isn't it? So ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ p plus 4 by 5 is equal to 1, which implies p is equal to 1 minus 4 by 5, that is equal to 1 by 5. അപ്പോൾ നമുക്ക് പി ആൻസർ നമുക്കിവിടെ കിട്ടി, അതുപോലെ ക്യൂ ആൻസറും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ പി ഈക്വൽ ടു 1/5 എന്ന ആൻസർ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് എൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സോ സബ്സ്റ്റിറ്റ്യൂട്ട് പി വാല്യൂ ഇൻ ഇക്വേഷൻ നമ്പർ 1. ഓൺ ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താണ് വരുന്നത്? എൻ പി ഇസ് ഈക്വൽ ടു 5. ഇൻ ദിസ് എൻ ഇൻറ്റു പി വാല്യൂ ഇസ് ഈക്വൽ ടു 1/5 ഈക്വൽ ടു 5, വിച്ച് ഇംപ്ലൈസ് എൻ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 5 ഈക്വൽ ടു 25. Therefore n is equal to 25 എന്നിവിടെ കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതുകൊണ്ടും തീരുന്നില്ല. ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ബൈനോമിയൽ distribution. So therefore hence the binomial distribution the formula നമ്മൾ ഇവിടെ എഴുതണം. Hence the binomial distribution is f of x equal to, formula is ncx into p raised to x q raised to n minus x. So in this case where x varies from 0 to 1 to etc up to n is the formula. So therefore ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. So therefore n is equal to, substitute the value 25cx, p value is 1/5 the whole raised to x and q value is 4/5 the whole raised to n value is 25 minus x, where x varies from 0, 1
2, etc. up to 25 is the required binomial distribution. So, അങ്ങനെ നമുക്ക് binomial distributionന്റെ ഈ ഒരു കേസ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. So the next question is, for a binomial distribution of mean 4 and variance 2, find the probability of getting at least 2 success. സോ ഇത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? അതിൽ 3 പാർട്ടുണ്ട്, ബാക്കിയുള്ള പാർട്ട് നമുക്ക് വഴിയേ വരാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 കണ്ടീഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 2 സക്സസ്, അറ്റ്മോസ്റ്റ് 2 സക്സസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് പിന്നെ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഗെറ്റിംഗ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x less than or equal to 7 less than or equal to എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദ സൊല്യൂഷൻ ഈസ്, നമുക്ക് ഗിവൺ എന്താണ് തന്നിരിക്കുന്നത്? അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതിൻ്റെ മീൻ അതിൻ്റെ വേരിയൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ എപ്പോഴും പോലെ തന്നെ മീൻ ഇസ് ഈക്വൽ ടു 4 എന്ന് എടുക്കുക. അതായത് എന്താണ് തന്നിരിക്കുന്നത്? NP is equal to 4 and variance is equal to 2. variance equal to 2 ആണെങ്കിൽ എന്താണ്? NPQ is equal to 2 എന്ന് തന്നിട്ടുണ്ട്. സോ ഫൈൻഡ് ദ പ്രോബബിലിറ്റി. ആസ് യൂഷ്വൽ നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ, പ്രീവിയസ് പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുക, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കുക. ആസ് യൂഷ്വൽ വി ക്യാൻ ഡിവൈഡ് ഇക്വേഷൻ നമ്പർ 2 by 1 implies that is equal to ഒരു സെക്കൻഡ്. ഇക്വേഷൻ നമ്പർ 2 divided by ഇക്വേഷൻ നമ്പർ 1 implies you will be getting NPQ divided by NP. That means Q is equal to 2 by 4. That means Q is equal to 1 by 2 is the answer. അപ്പോൾ നമ്മുടെ ആൻസർ Q ഈക്വൽ ടു 1 by 2 ആണ്. ആസ് യൂഷ്വൽ എപ്പോഴും പോലെ തന്നെ വി നോ ദാറ്റ് P plus Q ഈക്വൽ ടു 1 which implies P plus 1 by 2 equal to 1. Therefore, P is equal to 1 minus 1 by 2 is 1 by 2. If we are getting here, നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് Q equal to 1 by 2, P is equal to 1 by 2 എന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n into 1 by 2 equal to 4 which implies n is equal to 8 എന്നിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് the PDF, the probability distribution function, the PDF of binomial distribution is, the PDF of the binomial distribution is f of x equal to NCX P raised to x Q raised to n minus x, where x varies from 0, 1, 2, etc. up to n. So here we can substitute n value, P value and Q value. On substituting n value, n is equal to എന്താണ്? 8cx. P value എന്താണ്? 1 by 2 the whole raised to x. അതുപോലെ Q value 1 by 2 the whole raised to 8 minus x, where നമുക്കിവിടെ തന്നിരിക്കുന്ന വാല്യൂ x varies from 0, 1, 2, etc. up to 8 വരെ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ എടുക്കുന്നത് ഒരെണ്ണം സക്സസ് ആയിട്ടും മറ്റൊന്ന് ഫെയിലിയർ ആയിട്ടുമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന കണ്ടീഷൻ. ഇനി നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ്? ഫൈൻഡ് അറ്റ്ലീസ്റ്റ് 2 സക്സസ്, അറ്റ്മോസ്റ്റ് 2 സക്സസ് എന്ന് 2 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദ ലീസ്റ്റ് 2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമുക്കിവിടെ അറ്റ്ലീസ്റ്റ് 2 സക്സസ്, അറ്റ്ലീസ്റ്റ് 2 സക്സസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 സക്സസ് എന്ന് പറയുമ്പോൾ എക്സ് ഡിനോട്ട്സ് ദ റാൻഡം വേരിയബിൾസ്. നമ്മളിവിടെ എടുക്കുന്ന റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഈ ഒരു ഓപ്ഷനിൽ വരുന്ന സക്സസ് ഫെയിലിയറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളിവിടെ റാൻഡം വേരിയബിൾ എടുക്കുന്നത്. അതായത് യു ക്യാൻ റൈറ്റ് ഇൻ ഷോർട്ട് ആസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അറ്റ് ദ ലീസ്റ്റ് 2 ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ് ദ ലീസ്റ്റ് 2 ആയിരിക്കണം, 2 ഓർ മോർ ആയിരിക്കണം, മിനിമം 2 ആയിരിക്കണം, 2 2ൽ കൂടുതലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്?
അറ്റ് മോസ്റ്റ് 2 എന്ന് പറയുമ്പോൾ അറ്റ് ദ മോസ്റ്റ് 2 ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. അറ്റ് ദ മോസ്റ്റ് മാക്സിമം 2 ആയിരിക്കണം. അപ്പോൾ അറ്റ് ലീസ്റ്റ് 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. മറക്കരുത്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇസ് ദ ആൻസർ. നമുക്കിപ്പോൾ അറിയാവുന്നുള്ള ഈ ഒരു ഫോർമുല. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു ഫോർമുല കൂടി പറയാം. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എവിടെ വരെ ആയിരിക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത്? അതായത് എക്സ് ഈക്വൽ ടു 2 തൊട്ടായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എക്സ് ഈക്വൽ ടു 2, 3, 4, 5, 6, 7, 8 വരെ ആയിരിക്കണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മീൻസ് എക്സ് ടേക്സ് ദ വാല്യൂസ് ഫ്രം 2 to 8 വരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ ഇതിന് വേറൊരു ഫോമിൽ നമുക്ക് ഇതേ ഇക്വേഷന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നതിനെ യു ക്യാൻ റീപ്ലേസ് ലൈക്ക് ദിസ് ഓൾസോ. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ലെസ് ദാൻ 2 ആവുമ്പോൾ എക്സ് ലെസ് ദാൻ 2 ആവുമ്പോൾ എക്സ് ടേക്സ് ദ വാല്യൂ 0 and 1. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിനേക്കാളും സെക്കൻഡ് കേസ് ഇങ്ങനെ എടുക്കുന്നത്, അതായത് ഇങ്ങനെ എടുക്കുന്നതിനേക്കാളും ഇതായിരിക്കാം കുറച്ചുകൂടി എളുപ്പം. അഥവാ ഇത് ഓർമ്മയിൽ വന്നില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യുക, 2, 3, 4, 5, 6, 7, 8 എന്ന് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ദിസ് വാല്യൂ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് കൊടുത്താൽ, അതായത് 1 മൈനസ് കോമൺ ആയിട്ട് വെച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഏതൊക്കെ വാല്യൂസ്, എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 വരെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ട് വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഈക്വൽ ടു, അതായത് ഇവിടെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ബൈ ദ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ എഫ് ഓഫ് 0, ഇതിൽ എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ നമ്മുടെ ആൻസർ 8c0 ഇൻറ്റു 1/2 the whole raised to 0 into 1/2 the whole raised to 8 minus 0 plus next term 8c1 into 1/2 raised to 1 into 1/2 the whole raised to 8 minus 1 എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് ടേംസ് ആണ്, കോമൺ ആയിട്ട് ഈ ഒരു ബ്രാക്കറ്റും കൂടി ഉണ്ട്. അപ്പോൾ 8c0 നമുക്കറിയാം nc0 ഈക്വൽ ടു 1 ആണ് എന്നുള്ളത് മറക്കരുത് കേട്ടോ. nc0 ഇസ് ഈക്വൽ ടു 1. അതുപോലെ nc1 എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു n ആണ് ഫോർമുല. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 മൈനസ് ഇവിടുത്തെ ആൻസർ 8c0 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു അതുപോലെ എനി വാല്യൂ പവർ 0 ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ്. എ റൈസ് ടു 0 എന്ന് പറയുമ്പോൾ 1, അതുപോലെ 1/2 റൈസ് ടു 0 എന്ന് പറഞ്ഞാലും 1 ആണ്. ഇൻറ്റു 1 ഇൻറ്റു എഗെയിൻ യു ആർ ഹാവിങ് 1 ഇൻറ്റു 1/2 ദ ഹോൾ റൈസ് ടു 8 മൈനസ് 0 ഇസ് 8 plus 8c1 is 8 into 1/2 into നമ്മുടെ ആൻസർ 1/2 the whole raised to 7 ആണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോമൺ ആയിട്ട് ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ 1/2 the whole raised to 8 പ്ലസ് 8 ഇൻറ്റു ഇവിടെ 1/2 ഇൻറ്റു 1/2 റൈസ് ടു 7 എന്ന് പറയുമ്പോൾ എന്താണ്? 1/2 ദ ഹോൾ റൈസ് ടു 8 ആണ് വരുന്ന ആൻസർ. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മുടെ ആൻസർ 1 മൈനസ് 1/2 റൈസ് ടു 8 പ്ലസ് 8/2 റൈസ് ടു 8 ആണ് നമുക്കിവിടെ വരുന്ന ആൻസർ. ഇതിൽ നിന്ന് 1/2 റൈസ് ടു 8 നമുക്ക് പുറത്തെടുത്താൽ 1/2 റൈസ് ടു 8 കോമൺ ആണ്, ദാറ്റ് ഈസ് 1 പ്ലസ് 8. സോ ദെയർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 9 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 8, ദാറ്റ് ഈസ് 1 മൈനസ് 9/256 which is equal to 256 minus 9 divided by 256 which is equal to 247 divided by 256 is the required answer. So the next is probability of getting at most 2 success.
അപ്പോൾ അറ്റ്മോസ്റ്റ് 2 സക്സസ് ആണെങ്കിൽ നമുക്ക് എന്താണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. സോ നമ്മുടെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 2 സക്സസ്. അറ്റ് ദ മോസ്റ്റ് 2 എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് പ്രോബബിലിറ്റി ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എക്സ് ടേക്സ് ദ വാല്യൂ 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇതാണ് കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ എന്താണ് വരുന്ന ആൻസർ? 8C0 ഇൻറ്റു 1/2 the whole raised to 0. എക്സിന് പകരം 0 ഇടുക ഫോർമുലയിൽ. ഇൻറ്റു 1/2 the whole raised to 8 minus 0. പ്ലസ് അടുത്ത ടേം 8C1 ഇൻറ്റു 1/2 the whole raised to 1 ഇൻറ്റു 1/2 the whole raised to 8 minus 1 പ്ലസ് 8C2 ഇൻറ്റു 1/2 the whole raised to 2 ഇൻറ്റു 1/2 the whole raised to 8 minus 2. അപ്പോൾ ഇവിടെ 8C0 1 ആണ്. ഇവിടെ വരുന്ന ആൻസർ 1/2 the whole raised to 8 ആണ് വരുന്നത്. പ്ലസ് 8 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 raised to 8 മൈനസ് 1 എന്ന് പറയുമ്പോൾ 7 ആണ്. ടോട്ടലി നമുക്ക് ഇങ്ങനെ എഴുതാം 1/2 the whole raised to 8 പ്ലസ് 8C2 വാല്യൂ എന്താണ്? അതായത് 8 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 which is equal to 2 times. So therefore it is 4. So 7 into 4 equal to 28 ആണ് ആൻസർ. ഇവിടെ 28 into 1/2 the whole raised to 8 ആണ് വരുന്നത്. കാരണം 1/2 സ്ക്വയറും 1/2 the whole raised to 6ഉം ആണ്. അത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ 1/2 the whole raised to 8 ആണ് വരുന്നത്. അങ്ങനെ ഇതിൽ നിന്ന് 1/2 the whole raised to 8 കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ആൻ ആൻസർ 1 plus 8 plus 28 എന്ന ആൻസർ ഇവിടെ വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു 37 divided by 2 raised to 8 ആകുമ്പോൾ 256. This is the answer. Next, third one, probability of getting 5 less than or equal to x less than or equal to 7 ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് probability of x equal to 5 plus probability of x equal to 6 plus probability of x equal to 7. So x equal to 5 ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8C5 ഇൻറ്റു 1/2 the whole raised to 5 ഇൻറ്റു 1/2 the whole raised to 8 minus 5 plus 8C6 ഇൻറ്റു 1/2 the whole raised to 6 into 1/2 the whole raised to 8 minus 6 plus 8C7 into 1/2 the whole raised to 7 into 1/2 the whole raised to 8 minus 7. That is equal to നമുക്ക് വരുന്ന ആൻസർ 8C5 ആകുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. 8C5 ആകുമ്പോൾ 56 ആയിരിക്കും. 8C6 ആകുമ്പോൾ 28, 8C7 ആകുമ്പോൾ 8 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ 56 ഇൻറ്റു 1/2, ഇവിടെ 1/2 raised to 5, 1/2 raised to 3 കമ്പൈൻ ചെയ്യുമ്പോൾ 1/2 raised to 8 പ്ലസ് 28 ഇൻറ്റു 1/2 raised to 8 plus 8 into 1/2 raised to 8. So therefore 1/2 raised to 8 കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കുമ്പോൾ 56 plus 28 plus 8 ആണ് വരുന്ന ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 56 plus 28 means 76, 84 plus 8, 92. 92 divided by 2 raised to 8, 256 is the required answer. അപ്പോൾ നമ്മുടെ ഈ അടുത്ത ക്വസ്റ്റ്യനിൽ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ റാൻഡം വേരിയബിൾ എക്സ് സാറ്റിസ്ഫൈസ് ദ റിലേഷൻ 9 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 വെൻ എൻ ഈക്വൽ ടു 6. ഫൈൻഡ് ദ പാരാമീറ്റർ പി ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ വി നോ ദാറ്റ് ദ പി ഡി എഫ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് where x varies from 0, 1, 2, etc. up to n. So given n equal to 6, n is given as 6.
സോ നമുക്ക് n ഈക്വൽ ടു 6 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം വരുന്ന ആൻസർ എന്താ? 6cx. അതായത് n ഈക്വൽ ടു 6 ഇസ് ഗിവൺ ഹിയർ. വി സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ n ഈക്വൽ ടു 6. ദാറ്റ് മീൻസ് 6cx p റൈസ് ടു x q റൈസ് ടു 6 മൈനസ് x എന്ന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വരുന്ന ആൻസറിൽ ഓരോന്നായിട്ട് ഇപ്പം ഗിവൺ കണ്ടീഷൻ എന്താണ്? ഗിവൺ നമ്മുടെ കണ്ടീഷൻ ഇവിടെ തന്നിരിക്കുന്നത് 9 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 4 വിച്ച് ഇസ് equal to probability of x equal to 2. Substitute here in this equation, substitute x equal to 4. ഇവിടെ വരുമ്പോൾ x equal to 2 substitute ചെയ്യാം. On substituting 9 into ഇവിടെ ആൻസർ എന്താ? 6c4 into p raised to 4 into q raised to 6 minus 4. This is one of the equation. Equal to, now substitute 6c2 p raised to 2 into q raised to 6 minus 2. Now therefore 9 into 6c4 value. 6c4 is equal to, what is the value? 6c2 means 6 into 5 divided by 2 into 1 which is equal to 5 into 3, that is 15. അപ്പോൾ 6c4 എന്ന് പറയുമ്പോൾ എന്താണ്? 6 into 5 into 4 into 3 divided by 4 into 3 into 2 into 1. So therefore 4 into 3 നമുക്ക് ഇവിടെ ക്യാൻസൽ ആവുന്നുണ്ട്. ഹിയർ 3 times. So therefore 15. 6c4ഉം സെയിം ആണ്, 6c2ഉം സെയിം ആണ്. സോ ദെയർഫോർ 9 ഇൻറ്റു ഇവിടുത്തെ ആൻസർ 15 ഇൻറ്റു p റൈസ് ടു 4 ഇൻറ്റു q raised to 2 equal to, here also 15 into p square into q raised to 4 ആണ് വരുന്നത്. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. കുറച്ച് ടേംസ് ഒക്കെ ക്യാൻസൽ ആവും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 15ഉം 15ഉം ഇവിടെ ക്യാൻസൽ ആവുന്നുണ്ട്. ഒരു p സ്ക്വയറും ഇവിടെ ഒരു p raised to 4 ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി വരുന്ന p സ്ക്വയർ. പിന്നെ ഇവിടെ ഒരു q സ്ക്വയർ ക്യാൻസൽ ആവുന്നുണ്ട്. ഈ 4 മാറി എന്താവും? 2 ആവുന്നുണ്ട്. സോ 9 into p സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു q സ്ക്വയർ എന്ന് നമുക്കിവിടെ വരും. ഇനി p വാല്യൂ ആണല്ലോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് വി നോ ദാറ്റ് നമുക്കറിയാം p plus q equal to 1 for binomial distribution. So therefore from this q equal to 1 minus p. Let us substitute here. This is equal to 9 p square equal to 1 minus p the whole square which is equal to 1 minus p the whole square ആവുമ്പോൾ വാല്യൂ എന്താണ്? That is expand a minus b the whole square form. So 1 plus p square minus 2p equal to 9 p square എന്ന് ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ബ്രിങ് ദിസ് ടേംസ് ടു ദ ലെഫ്റ്റ് സൈഡ്. എല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ 9p സ്ക്വയർ മൈനസ് p സ്ക്വയർ പ്ലസ് 2p മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ 8 ഇൻറ്റു p സ്ക്വയർ പ്ലസ് 2p മൈനസ് 1 ഈക്വൽ ടു 0. ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ p ഈക്വൽ ടു നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് യു ക്യാൻ യൂസ് ദ ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2 ആൻസേഴ്സ്. വൺ ഇസ് p ഈക്വൽ ടു 0.25 ആൻഡ് p ഈക്വൽ ടു മൈനസ് 0.5 എന്ന ആൻസർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് p എന്ന് പറയുന്നത് സക്സസും q എന്ന് പറയുന്നത് ഫെയിലിയറുമാണ്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്നതിനെ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യാറില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നെഗറ്റീവ് ആൻസേഴ്സ് വന്നാൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുക. നമുക്കത് വേണ്ട. വി നെഗ്ലക്റ്റ് ദ നെഗറ്റീവ് ആൻസർ. സോ നമുക്ക് ഈ ആൻസർ വേണ്ട. വി നീഡ് ഓൺലി ദ പോസിറ്റീവ് ആൻസർ ദാറ്റ് ഇസ് p ഈക്വൽ ടു 0.25. സോ therefore we can say that since p cannot be negative because we don't want the value to be negative. നമുക്ക് നെഗറ്റീവ് ആൻസേഴ്സ് നമ്മളിവിടെ വേണ്ട. പ്രോബബിലിറ്റിയിൽ നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യാറില്ല. അതായത് സക്സസ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഹെൻസ് p ഈക്വൽ ടു 0.25 എന്ന് എഴുതാം. ഓർ അതർവൈസ് യു ക്യാൻ റൈറ്റ് ഇറ്റ് as 1/4. p ഈക്വൽ ടു 1/4 is the required answer എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. Or you can simplify the answer by another method, that is ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? 9p square is equal to q square. Therefore p square is equal to q square by 9. So we know that p cannot be negative. So p
P is positive എന്നുള്ളത് ഓർത്തു വയ്ക്കുക. P cannot be negative. So therefore we are writing here P equal to root of Q square divided by 9, which is equal to Q divided by 3. So P equal to, we are getting here P equal to Q divided by 3, which on cross multiplying you will get 3 into P equal to Q. That means Q equal to 3P is one of the equation. നേരത്തെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. വി നോ ദാറ്റ് P plus Q equal to 1, which means that Q equal to 1 minus P. So we are having here two equations. രണ്ട് equations നമ്മുടെ കയ്യിൽ Q related ആയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം എടുത്ത് മറ്റൊന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So on substituting here you will get 3P equal to 1 minus P. Now bring this P to the left side. 3P plus P equal to 1, which implies 4P is equal to 1, hence P is equal to 1 by 4 is the required answer. If P is equal to 1 by 4, then what is Q? P equal to 1 by 4, then Q is equal to 3 into P, isn't it? That means 3 by 4 is the answer. നമുക്ക് P equal to 1 by 4 and Q equal to 3 by 4 എന്നൊരു ആൻസർ. പക്ഷേ Q ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യനിൽ, P മാത്രമേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. So therefore P equal to 1 by 4 is the required answer. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ 6 dice are thrown 729 times എന്ന് കൊടുത്തിട്ടുണ്ട്. How many times do you expect at least 3 dice to show a 5 or 6? അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കറിയാം രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് 729 ടൈംസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ 6 ഡൈസ് ആണ് നമ്മളിവിടെ ത്രോ ചെയ്യുന്നത്. അതായത് സ്മോൾ n ഈക്വൽ ടു 6 ആണ് കൺഫേം, ബട്ട് ഇറ്റ് ഈസ് റിപ്പീറ്റഡ്ലി യൂസ്ഡ് ഫോർ 729 times or and each time it is independent. അപ്പോൾ നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മാക്സിമം n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 വരെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ is used when n less than or equal to 100 since NCX becomes very large as n increases. അതുപോലെ തന്നെ ഈ എക്സ്പെരിമെൻറ്റ് നമ്മളിപ്പോൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് വരുന്ന f of xനെ നമ്മൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് n is into p of x or otherwise n into probability of x equal to x. What is probability of x equal to x? It is NCX. That means the probability distribution function NCX p raised to x q raised to n minus x, where x varies from 0, 1, 2 etc. up to n is the value. So now here the question is, let us substitute here. We can use this formula to find the calculation. So here given നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് n is equal to small 6 എന്ന് തന്നിട്ടുണ്ട്. പി വാല്യൂ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോയിൻസ് വന്ന് നമുക്കിവിടെ ടോസ് ചെയ്തിട്ടുള്ള കാര്യം നമുക്കിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ സക്സസ് ആൻഡ് വാട്ട് ഇസ് ദ ഫെയിലിയർ ഹിയർ? നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? നമ്മൾ അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഹൗ മെനി ടൈംസ് ഡു യു എക്സ്പെക്ട് അറ്റ്ലീസ്റ്റ് 3 ഡൈസ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 ഡൈസ് ടു ഷോ എ 5 ഓർ 6 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗിവൺ n ഈക്വൽ ടു 6. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നമുക്കിവിടെ 5 ഓർ 6 ആണെങ്കിൽ എന്താണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഒരു ഡൈക്ക് പ്രോബബിലിറ്റി ഓഫ് 5 ഓർ 6 ഫോർ 1 സിംഗിൾ ഡൈ. അപ്പോൾ ഫോർ 1 സിംഗിൾ ഡൈക്ക് 5 വന്നാലും ശരി 6 വന്നാലും ശരി നമുക്ക് ആൻസർ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 വന്നാൽ നമ്മുടെ പ്രോബബിലിറ്റി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ 1 വാല്യൂ, അതായത് വെൻ യു ഗെറ്റ് 5 വന്നാൽ നമ്മുടെ ആൻസർ എന്താണ്? 1/6. അതുപോലെ 6 വന്നാലോ പ്രോബബിലിറ്റി 1/6. അപ്പോൾ ഗെറ്റിംഗ് 5 ഓർ 6, ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ്, ഇറ്റ് ഇസ് അഡീഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർ സിമ്പൽ ആകുമ്പോൾ അഡീഷൻ എന്നുള്ളതാണ്. അപ്പോൾ 1/6 plus 1/6, that is equal to 2/6 is the answer. That means it is 1/2.
3. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 എന്ന ഫേസ് വന്നാലും ശരി ഒരു സിംഗിൾ ഡൈക്കാണ് നമ്മൾ സക്സസും ഫെയിലിയറും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പി വാല്യൂ ഈസ് ഈക്വൽ ടു 1/3 ആണ്. ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി, ദാറ്റ് ഈസ് 1 മൈനസ് 1/3 ഈക്വൽ ടു 2/3. അപ്പോൾ നമുക്കിവിടെ റാൻഡം വേരിയബിൾ എടുക്കേണ്ടത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്താണ് നമുക്കിവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ എടുക്കാം. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ, x be a random variable denoting the number of സക്സസ്. നമ്മൾ സക്സസിനെ റാൻഡം വേരിയബിൾ ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. എപ്പോൾ വെൻ 3 dice or thrown, 3 ഡൈസ് നമ്മൾ എറിയുമ്പോൾ വരുന്ന കണ്ടീഷനാണ് വെൻ 3 dice or thrown. Now here the probability നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് നമുക്കറിയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് ഇസ് ദ ഫോർമുല. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അത് 729 ടൈംസിനാണ് ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാം, എഫ് ഓഫ് എക്സ് എന്താണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ വി നോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 6cx into p raised to x. What is p raised to x? 1/3 raised to x into q raised to x. So q raised to n minus x. Appo 2/3 the whole raised to n is 6 minus x, where x varies from 0, 1, 2 etc. up to 6 is the answer. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് x be a random variable denoting the number of success when 3 dice are thrown. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് 1 മൈനസ് ലെറ്റ് us take like this 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്നെടുത്തൂടെ. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 is 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3. ദാറ്റ് മീൻസ് ഇറ്റ് is equal to 1 മൈനസ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2. ലെസ് ദാൻ 3 ആയതുകൊണ്ട് 2 വരെ മാത്രം. So 1 minus of this can be written as 6c0 into 1/3 raised to 0 into 2/3 raised to 6 minus 0 is 6 plus 6c1 into 1/3 raised to 1 into 2/3 the whole raised to 6 minus 1 is 5 plus 6c2 into 1/3 the whole square into 2/3 the whole raised to 6 minus 2 is 4. ഇങ്ങനെ നമ്മൾ എഴുതിയതിന് ശേഷം 6c0 വാല്യൂ 1 ആണ്, 1/3 raised to 0 1. അപ്പോൾ നമുക്കിവിടെ ആൻസർ 1 മൈനസ് 2/3 the whole raised to 6 എന്ന് എഴുതുക. പ്ലസ് 6 ഇൻറ്റു ഇവിടെ 2 raised to 5 ഡിവൈഡഡ് ബൈ 3 raised to 6 പ്ലസ് ഇവിടെ വരുന്ന ആൻസർ 6c2 ആണ്. അപ്പോൾ 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 into 1, that means it is 15 into 2 raised to 4 divided by 3 raised to 6 എന്ന് നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ എടുക്കുക. അത്രയേ ഉള്ളൂ ഇതിനകത്ത് വരുന്ന കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെ വരുന്നതിൽ നമുക്ക് എന്താ 2 raised to 4 divided by 3 raised to 6 നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ ആയിരിക്കും വരുന്നത്. ഇറ്റ് ഈസ് 4 പ്ലസ് നമുക്കിവിടെ 6 into 2 plus 15 divided by 3 raised to 6 ഇല്ല, പ്ലസ് 15 ആണ് നമുക്കിവിടെ വരുന്ന ആൻസർ. സോ ദെയർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് നമ്മുടെ ആൻസർ ഇവിടെ വരുമ്പോൾ 496 ഡിവൈഡഡ് ബൈ 729 ആയിരിക്കും വരുന്നത്. ദാറ്റ് മീൻസ് 729 minus 496 divided by 729 which is equal to 233 divided by 729. ഇതോടുകൂടി തീരുന്നില്ല, കാരണം if S6 dice, this is for 3 dice, only for 3 dice ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. if 6 dice or thrown, അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളത് 3 ഡൈസിനാണ്. അപ്പോൾ അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ക്കാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ്. 6 ഡൈസ് ഓർ ത്രോൺ ഹൗ മെനി ടൈംസ് 729 ടൈംസ് ആവുമ്പോൾ നമ്മുടെ ആൻസർ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ദെൻ
The expected frequency distribution is, what is the expected frequency distribution? It is equal to n. Let us take n equal to, നമുക്ക് ഇവിടെ 729 എന്ന് എടുക്കാം. അതായത് let capital N is equal to 729 is 7n into, the answer is probability of x greater than or equal to 3, that is equal to n is 729 into 233 divided by 729, that is equal to, ഇത് രണ്ടും cancel ആവുന്നുണ്ട്, so that it is equal to 233 is the required answer. So the next question is, the overall percentage of failure in certain examination is 40. What is the probability that out of a group of 6 candidates, at least 4 passed in the examination? So here it is given here 40% എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. Overall percent of failure, success അല്ല, failure ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ P denotes the success എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ Q എന്ന് പറയുന്നത് എന്താണ്? It denotes the failure. So here it is given here the overall percent of failure is 40. That means given നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ Q is equal to 40%. That means it is 40 divided by percent എങ്ങനെ എഴുതാം? 100. So ഇതിൽ 0 cancel ആവുന്നുണ്ട്. 4/10 which is equal to 0.4 എന്ന ആൻസർ. ഇനി നമുക്ക് Q is equal to, we know that, നമുക്കിനി Q വാല്യൂ കണ്ടെത്തണ്ടേ? അപ്പോൾ we know that P plus Q equal to 1. Therefore, P plus 4/10 equal to 1, which implies P is equal to 1 minus 4/10 equal to 6/10. That is 0.6 എന്നും എഴുതാം, അല്ലെങ്കിൽ 6/10 എന്നും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രോബബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 6 candidates, at least 4 passed in the examination. So for probability that at least 4 passed in the examination. So at least എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടീഷൻ? So at least 4 passed in the examination. So how will you write this? So x be the random variable denoting this pass in the examination. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Probability of x is at the least 4 means greater than or equal to 4 is asked here. Greater than or equal to 4 നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്ന്, it is less than, അതായത് probability of x greater than or equal to 4 1 minus probability of x less than 4 എന്നും എഴുതാവുന്നതാണ്. അതല്ലെങ്കിൽ equal to 4 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? Probability of x equal to 4 plus probability of x equal to 5 plus probability of x equal to 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം നമ്മുടെ ആൻസർ it is equal to, we shall substitute the value as it is equal to 6c4 into 6/10 the whole raised to 4 into 4/10 the whole raised to 2 plus 6c5 into 6/10 the whole raised to 5 into 4/10 the whole raised to 1 plus 6c6 into 6/10 the whole raised to 6 into 4/10 the whole raised to 0. That is equal to 6c4 ആകുമ്പോൾ 15 ആണ് വരുന്ന ആൻസർ. നിങ്ങൾക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ്. യു ക്യാൻ സിംപ്ലിഫൈ ദ റെസ്റ്റ് ഓഫ് ദ ആൻസർ. 6c4 എന്ന് പറയുമ്പോൾ 15 ആണ്, 6c5 എന്ന് പറയുമ്പോൾ 6 ആണ്, 6c6 is equal to, remember that 6c4 is equal to 15 and 6c5 is equal to, answer is 6 and 6c6 is equal to 1. You will get the answer as 15 into 6 raised to 4 into 4 raised to 2 divided by 10 raised to 6 plus 6 into 6 raised to 5 into 4 divided by 10 raised to 6 plus 1 into 6 raised to 6 divided by 10 into 4 divided by 4 raised to 0 ആകുമ്പോൾ the value is 1 ആണ്. അപ്പോൾ ഇവിടെ 4 raised to 0 is 1. So therefore 6 raised to 6 divided by
10 raised to 6, which on simplifying you will get an answer as 54432 divided by I'll get this answer. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു ആൻസർ വരുന്നതായിരിക്കും. യു ട്രൈ ദിസ്, സോ യു ക്യാൻ ട്രൈ ആൻഡ് ചെക്ക് വെദർ യു ആർ ഗെറ്റിംഗ് ദിസ് ആൻസർ ഓർ നോട്ട്. സോ നമ്മൾ ഇന്ന് കുറേ പ്രോബ്ലംസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗിവ് മീ എ മെസ്സേജ്. താങ്ക് യു.